ദി സ്പൈസി ടെയിലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പയും മീനും ചേർന്നൊരു പുഴുക്ക് രൂപത്തിലുള്ള ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റാണ്. പണ്ട് കാലത്ത് എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു പുഴുക്കാണിത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ആദ്യമായിട്ട് ഞാൻ കപ്പ എടുക്കുകയാണ്. ഒരു 1.5 കിലോ കപ്പയാണ്. അത് നന്നായി തോല് പൊളിക്കുകയാണ് ചെയ്യുന്നത്. വൃത്തിയായി കഴുകി നന്നായി കഴുകണം. അതിൻ്റെ മണ്ണെല്ലാം പോയി നന്നായി കഴുകിയിട്ടുള്ള ആ കപ്പയാണ് ഈ കാണിക്കുന്നത്. ഇതൊരു പാത്രത്തിൽ വെള്ളം വെക്കുകയാണ്. ഇത് പുഴുങ്ങിയെടുക്കാനാണ് വെള്ളം വെച്ചിട്ടുള്ളത്. അത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതേസമയം തന്നെ മറ്റൊരു പാത്രത്തിൽ മത്തിയാണ്. ആ ഒരു ചട്ടി ഗ്യാസിൽ വെക്കുന്നു. അതിലേക്ക് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. ചട്ടിയിലാണ് വെക്കുന്നത്. തിളച്ചതിന് ശേഷം ഈ കഴുകി വൃത്തിയാക്കിയ മത്തി അതിലേക്ക് ഇടുന്നു. ഇനി ഇതൊന്ന് വേവാനുള്ള സമയമാണ്. ഇനി നന്നായി അടച്ചു വയ്ക്കുക. അതേസമയം കപ്പ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. അപ്പം ഇത് കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. 1.5 കിലോ കപ്പയ്ക്ക് ഞാനിവിടെ 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മത്തിയാണ് ഇതിന് രസം ഉണ്ടാവുക കേട്ടോ. ഇത് പാത്രത്തിലുള്ള വെള്ളം തിളച്ചു തുടങ്ങി. അതിലേക്ക് കപ്പ മുറിച്ചത് ഇടുന്നു. ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാം. മീനൊന്ന് നോക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. വെന്തിട്ടില്ല. ഈ സമയത്ത് നമുക്ക് തേങ്ങ ചിരവാം. ഇത് അടച്ചു വെച്ചു. ഇളക്കിയതൊന്ന് നോക്കുക. നന്നായി തിളയ്ക്കുമ്പോൾ ഉപ്പിടുക. ആവശ്യത്തിനുള്ള ഉപ്പ്. ഓരോരുത്തർക്കും ഓരോരോ മാതിരിയാവുമല്ലോ ഉപ്പുണ്ടാവുക. ഞാനിവിടെ 3 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അത് അവിടെ കിടന്ന് വേവട്ടെ. ആ സമയത്ത് ഞാൻ തേങ്ങയൊക്കെ ചിരകി അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി, 2-3 ചുവന്ന ഉള്ളിയും ചേർത്ത് അരയ്ക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തു. അതൊന്ന് അരയ്ക്കാം. ഈ മത്തിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുറേശ്ശെ വറ്റി തുടങ്ങി. അതിന് വേറൊരു പാത്രത്തിലേക്ക് ഈ മത്തിയൊക്കെ കോരിയെടുക്കുക. ഇതെന്തിനാണെന്നറിയോ ഈ കോരിയെടുക്കണത്? ഇതിൻ്റെ മുള്ളൊക്കെ കളയണം, അല്ലെങ്കിൽ മുള്ള കുത്തില്ലേ. അപ്പോൾ ഈ ബാക്കിയുള്ള വെള്ളത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാനിട്ടു. ഇതുപോലെ മത്തിയുടെ വാലിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ നീക്കി കൊടുക്കുക. അപ്പോൾ മുള്ളൊട്ടും ഉണ്ടാവില്ല. ഇങ്ങനെ എല്ലാ മത്തിയിൽ നിന്നും ഇങ്ങനെ മുള്ളും ഇതും കൂടി വേർപ്പെടുത്തി എടുക്കണം. അതിലുള്ള കുറച്ചൊരു ഗ്രേവി ഉള്ളതും കൂടി അതിലേക്ക് ഞാൻ ചേർത്തി കൊടുത്തു. ഈ ഗ്രേവി കൂടി നമുക്ക് ഈ കപ്പയിലേക്ക് ഇടണം. കപ്പ വെന്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഊറ്റി കളയാം. ഇനി ഈ കപ്പയിലേക്ക് ആ മീനും ആ ഗ്രേവിയും കൂടി ചേർക്കണം. അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള
1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനിയുള്ളത് വേറൊരു സാധനമാണ് പെരിഞ്ജീരകപ്പൊടി. അതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം. പെരിഞ്ജീരകവും വെളുത്തുള്ളിയും കൂടി ചേരുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് മീനിന് നല്ല ഒരു ടേസ്റ്റാണ് വരിക. ഇനി ഇതിൻ്റെ ആ ഗ്രേവി ഇല്ലേ, ആ ഗ്രേവി, മീനൊക്കെ വേവിച്ചിട്ടുള്ള ആ ഗ്രേവി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം. ഈ കപ്പയുടെ കഷ്ണങ്ങളൊക്കെ നന്നായി ഒന്ന് ഉടയ്ക്കുക. ഇനി ഈ മീൻ കഷ്ണങ്ങളും കൂടി, മുള്ള് കളഞ്ഞ മീൻ കഷ്ണങ്ങളും കൂടി അതിലേക്ക് ചേർത്തി കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കണം. ഇളക്കി അതിലേക്ക് ചേരണം. അപ്പോൾ ആ ഗ്രേവിയും ഈ കപ്പയും എല്ലാം കൂടി ഒന്ന് നന്നായി ഒരു കുഴകുഴാന്നുള്ള രൂപത്തിൽ ആക്കണം. ആ വെള്ളം അപ്പം ഒന്ന് വറ്റി തുടങ്ങി, എല്ലാം മിക്സായി വന്നു. അപ്പോൾ അതിൻ്റെ ആ മീനിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ ആ കപ്പയിലേക്കൊക്കെ പിടിച്ചിരിക്കും. ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ച തേങ്ങയാണ് ഇനി ഒഴിക്കാനുള്ളത്. അപ്പം കുറച്ച് കറിവേപ്പില, ഒരു 2 കതിര് കറിവേപ്പില ഞാൻ അതിലിട്ടു. ഇനി ഈ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും കൂടി ചേർത്തിട്ട് അരച്ചതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കുക. നന്നായി യോജിക്കട്ടെ, നന്നായിട്ട് യോജിക്കണം. ഇനി വേറൊരു സാധനമാണ് ഇതിലേക്ക് ഒഴിക്കാനുള്ളത്. ചൂടോടുകൂടി കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. വറുത്തിടേണ്ട ആവശ്യമില്ല. വറുത്തിടുന്നതിനേക്കാളും ടേസ്റ്റ് അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ്. എനിക്കിതിൽ കുറച്ചും കൂടി ഉപ്പ് വേണം തോന്നി. ഞാനൊരു ലേശം കൂടി ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളെ ആവശ്യത്തിന് ചേർത്തിക്കോളൂ. ഇതിങ്ങനെ ഇളക്കി, ഇപ്പം ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്കത് എടുക്കണം. ഇനിയാണ് പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുക. തീ ഓഫ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. രാത്രി പിന്നെ ചോറൊന്നും വേറൊന്നും വേണ്ട, ഇത് തന്നെ മതിയാവും. നാടൻ ഫുഡ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഉണ്ടാക്കുന്നുണ്ടാവും പലരും പല രൂപത്തിലാണ്. ചിലത് ഇതിൽ പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കും. പക്ഷേ ഈ രൂപത്തിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ.